പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഞരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ പാണക്കാടെത്തിയാണ് അദ്ദേഹം മുസ്ലിം അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഏതൊരു ഘട്ടത്തിലാണെങ്കിലും മുസ്ലിം ലീഗിലേക്ക് വന്ന് നേരത്തെ ഇടതുപക്ഷ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വേദികളിലൊക്കെ കണ്ടു. അതായത് ഇടതുപക്ഷക്കാർ എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ സംഘപരിവാറിന്റെ ആളാണെന്നാണ്. സംഘപരിവാറുകാർ പറയുന്നത് ഞാൻ ഇടതുപക്ഷത്തിന്റെ ആളാണെന്ന്. ഞാൻ ഒരിക്കലും ഈ രണ്ടിന്റെ ആളല്ല. ഞാൻ എൻ്റെ കല കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരികയായിരുന്നു. 45 വയസ്സുള്ളപ്പോൾ ഞാൻ കലാരംഗത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ച് പ്രഖ്യാപിച്ചു. ഞാൻ പൊതുവേദികൾ അവസാനിപ്പിക്കാമെന്ന് പ്രഖ്യാപിച്ച സമയത്ത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് മാനവിക മുഖം കൊണ്ടുവന്ന ആ കലാരൂപം വീണ്ടും തിരിച്ച് വർഗീയ മുഖത്തിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. അതായത് ഒരു ക്ഷേത്രകലയെ മാനവിക തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാട്ടിലും വീട്ടിലും റോട്ടിലൊക്കെ പോയി പാടി ക്ഷേത്രകല അവിടെ ഇവിടെ പോയി പാടി നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിലേക്ക് കുറേ പുതിയ ആളുകളെ എത്തിച്ചു. ജാതി മത വ്യത്യാസമില്ലാതെ 2 മുസ്ലിം യുവാക്കൾ ഇന്ന് സോപാന സംഗീതം പാടുന്നുണ്ട്. 15ഓളം പെൺകുട്ടികൾ സോപാന സംഗീതം പാടുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ പാതിരി സോപാന സംഗീതം പാടുന്നുണ്ട്. ആ നിലയിലേക്ക് കൊണ്ടുവന്ന ഈ കലാരൂപം ഞാനൊരു 3-4 വർഷം ഇന്നൊന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു. പ്രഖ്യാപിച്ചിട്ടാണ് മാറുന്നത്. ഞാൻ ഈ പൊതുവേദികൾ കുറയ്ക്കുകയാണ്, പുതിയ ആളുകൾ പാടട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ധർമ്മം നിർവഹിച്ച് കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിലിരിക്കുകയായിരുന്നു. ആ 4 വർഷം മാറി നിന്നപ്പോഴേക്കും ഈ കലാരൂപവും മാത്രമല്ല, കേരളത്തിലെ എന്താ പറയുക, പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് നടിക്കുന്ന ആളുകൾ ഇരിക്കുന്ന സ്ഥലത്ത് ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ വരെ അത്തരത്തിലുള്ള ചില തിരിച്ചുപോക്ക് വീണ്ടും ഞാൻ കാണുകയാണ്. അതായത് ജാതി മതം നോക്കാണ്ട് സകല മനുഷ്യരുടെയും കലയെ ചേർത്ത് പിടിക്കേണ്ട ആളുകൾ പ്രത്യേക സമുദായത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക കേന്ദ്രങ്ങളുടെ മാത്രം കലയാണ് കല എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ വരെ പ്രവർത്തിക്കുന്ന രീതി വന്നു. അത് എന്നിൽ വല്ലാത്ത സങ്കടം ഉണ്ടാക്കി. അപ്പോൾ എപ്പോഴാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ലീഗിലെ ചേരൂ എന്നൊരു 10-12 വർഷം മുമ്പ് തന്നെ ഞാൻ തമാശയായിട്ടും കാര്യമായിട്ടും ഫേസ്ബുക്ക് പോസ്റ്റായിട്ടൊക്കെ പറയുന്നതാണ്. ഇന്നിപ്പോൾ അതിന് സന്ദർഭം വന്നൊന്ന് വെള്ളിയാഴ്ചയാണ്. അങ്ങാടിപ്പുറം തിരുമാന്താവുന്ന പൂരം നടക്കുന്ന സമയമാണ്. അതെ 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 അപ്പോൾ തങ്ങൾ അദ്ദേഹത്തിന് വളരെ വിലപ്പെട്ട സമയം ഉപയോഗിച്ച് എന്താ പറയുക, ഞങ്ങൾക്ക് വേണ്ടി തന്നു. എനിക്ക് വേണ്ടി എൻ്റെ അംഗത്വം എനിക്ക് തന്നു. അത് KN ഖാദർ സാറും അതിന് വഴിയായി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. ഇനി അവരാഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തങ്ങൾ കൂടി നമ്മുടെ ചേരുകയാണ്. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? ഞരളത്ത് ഹരിഗോവിന്ദൻ കലാമേഖലയിൽ ഏറെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. സോപാന കലയെ ജനകീയമാക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മുസ്ലിം ലീഗുമായി അടുപ്പം തോന്നി. അപ്പോൾ ഞങ്ങളുടെ നേതാക്കളുമായിട്ടൊക്കെ അദ്ദേഹം നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, ഖാദർ സാഹിബായിട്ട് പ്രത്യേകിച്ച്. അപ്പോൾ മുസ്ലിം ലീഗിൽ അംഗത്വം എടുക്കണം എന്നുള്ള നിലക്ക് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇന്നിപ്പോൾ അദ്ദേഹത്തിന് മുസ്ലിം ലീഗിലേക്ക് അംഗത്വം കൊടുത്തു. ഏതായാലും വലിയ സന്തോഷമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും മത സഹിഷ്ണുതയുടെയും സാമൂഹിക സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയമാണല്ലോ മുസ്ലിം ലീഗിന്. അപ്പോൾ അതിൽ ആകർഷണമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള നന്മകളും ആശംസകളും നേരുന്നു. മുസ്ലിം ലീഗിലേക്ക് അങ്ങനെ ആകർഷിക്കും തോന്നി അല്ലെങ്കിൽ വരാൻ തോന്നുന്നവർക്ക് വരാം തുറന്നിട്ടോ അതില്ല. മുസ്ലിം ലീഗിൻ്റെ ആദർശവുമായി യോജിക്കുന്ന ആർക്കും മുസ്ലിം ലീഗ് ഏത് കാലത്തും എപ്പോഴും വരാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുറന്നിട്ട വാതിൽ തന്നെയാണ് ലീഗ്. ഇപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് തന്നെ ലീഗിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് നല്ല സന്തോഷമുണ്ട്. 18 വയസ്സായ ഏത് ഭാരതീയ പൗരനും മുസ്ലിം ലീഗ് ചേരാമെന്ന ഭരണഘടന. എന്നെ ഇങ്ങോട്ട് ഒരു മിനിറ്റ്. എന്താണ് മുസ്ലിം ലീഗിലേക്ക് ആകർഷിച്ചത്? അതായത് ബാക്കി എല്ലാവരും വാക്കും പ്രവൃത്തി രണ്ടാണ്. ഒരു ഭാഗത്ത് മതേതരത്വം പറയും, അതല്ലെങ്കിൽ ജാതീതരത്വം പറയും, അല്ലെങ്കിൽ രാഷ്ട്രീയതരത്വം പറയും, മാനവികത പറയും. പക്ഷേ പ്രവൃത്തിയിൽ ഇതൊന്നുമില്ല. മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ ഇന്ന് വരെയും അങ്ങനെ ഒരു സംഭവം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം മുസ്ലിം ലീഗ് എടുക്കുന്ന ഓരോ മാനവികമായ സ്നേഹങ്ങളുടെ തീരുമാനങ്ങളും ആളുകളുടെ കൂടെ നിൽക്കുന്ന കാര്യത്തിൽ, അലിവിൻ്റെ കാര്യത്തിൽ, ജാതി നോക്കാതെയും മതം നോക്കാതെയും. ഇപ്പം ഞാൻ ഏറ്റവും ആദ്യം മുസ്ലിം ലീഗിൽ ആകർഷണമാവുന്ന ഒരു സംഗതി എന്താ പറയുക, നിര്യാതനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ബൈത്തുർ റഹ്മ ഭവന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണ് ആദ്യമായിട്ട് ഞാൻ മുസ്ലിം ലീഗിൻ്റെ അദ്ദേഹത്തിന് ശേഷം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അത് സ്വീകരിക്കുന്ന ഒരു ഹിന്ദു കുടുംബം അതിൽ നിലവിളക്ക് കൊളുത്തി അതിൻ്റെ ഗൃഹപ്രവേശനം നടത്തുന്നതിന് തങ്ങളും കൂട്ടരും സാന്നിധ്യം വഹിക്കുന്നത് ഞാൻ നേരിട്ട് കാണുകയാണ്. എന്നിട്ടാണ് ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് വേണ്ടാത്ത പ്രചരണങ്ങൾ വേറെ രൂപത്തിൽ നടക്കുന്നത്. ഇല്ലാത്ത കഥകളുണ്ടാക്കി മനുഷ്യനോട് കൂടെ നിന്നിട്ട് മനുഷ്യൻ്റെ വോട്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്നേഹമോ സമ്പാദിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് തെമ്മാടിത്തരം കാണിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു. അതേ ശ്രമങ്ങളെ ചെറുക്കാൻ ബാധ്യതപ്പെട്ട ഇടത് പുരോഗമന നാട്യക്കാർ
മൗനം പാലിക്കുന്നു, വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളുടെ പ്രസ്താവനകളിലാവട്ടെ, മറ്റുള്ള കാര്യങ്ങളിലാവട്ടെ, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന സമയങ്ങളിലാവട്ടെ, മറ്റ് സമുദായങ്ങളെ അധിക്ഷേപിക്കുന്ന സമയങ്ങളിലാവട്ടെ, എന്താ പറയുക, അസഭ്യ പദപ്രയോഗങ്ങൾ നടത്തുന്ന കാര്യത്തിലാവട്ടെ, യാതൊരു നിയന്ത്രണവുമില്ലാതെ അഴിഞ്ഞാടുകയാണ്. അപ്പോൾ ഇതിവിടെ എല്ലാം സംയമനം പാലിച്ചുകൊണ്ട്, അവനവൻ്റെ മിതത്വം പാലിച്ചുകൊണ്ട് ഇതിലേക്ക് വരാൻ കഴിയുന്ന ഏവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട്, അവരുടെ ഒരു വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാതെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗേ ഉള്ളൂ എന്നത് ഞാൻ കഴിഞ്ഞ 15 വർഷത്തോളം നിരീക്ഷിച്ചിട്ടെടുത്ത തീരുമാനമാണ്. പെട്ടെന്നൊരു ആവേശത്തിൽ വന്നതല്ല. പെട്ടെന്ന് വന്നതല്ല. അപ്പോൾ അതിനിടയ്ക്ക് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലോ ഞാൻ പല സ്ഥലങ്ങളിൽ പോയി പെട്ടിട്ടുണ്ട് കുറച്ച് കാലത്തേക്ക്. ഇപ്പം മീഡിയ വണ്ണിലെ തന്നെ അജിംസ് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രസ്താവന, അയാൾ പ്രഖ്യാപിത സംഖ്യയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തോന്നലുണ്ടാവുന്ന രീതിയിൽ ഞാൻ പലയിടത്തും പോയി പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഞാൻ മോചിതനായി വരാൻ എനിക്ക് വലിയ തോതിൽ അതിശക്തമായി തിരിച്ചു വരേണ്ടതുണ്ട്. ഞാൻ എന്ന വ്യക്തി ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിൻ്റെയോ ആളായിട്ട് അല്ല എൻ്റെ കലയും എൻ്റെ സാംസ്കാരിക പ്രവർത്തനവും ഞാൻ വികസിപ്പിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അത് നഷ്ടപ്പെടുത്തുന്നതിനോ ഇനിയും കാരണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിതൊരു സന്ദേശമാണ് നൽകുന്നത്. എന്നെ പോലുള്ള ഹൈന്ദവ ക്ഷേത്ര കലാകാരന്മാർക്കും ഇതിലേക്ക് വരാം, യാതൊരു തടസ്സങ്ങളുമില്ല. അവരുടെ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, രാവിലെ എൻ്റെ ഗായത്രി ഉപാസന കഴിഞ്ഞിട്ടാണ്, ഗായത്രി ജപ ഉപാസന കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അതിനൊന്നും യാതൊരു തടസ്സങ്ങളൊന്നും ഇല്ലില്ല. പക്ഷേ ഈ മുസ്ലിം ലീഗിനെ കുറിച്ചാണ് ചിലർ പറഞ്ഞത്, ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, മറ്റുള്ളവർക്ക് ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അല്ല, അങ്ങനെ പറയുന്ന തെമ്മാടികൾ ധാരാളം ഉണ്ടാകും. ഞാൻ മങ്ങാടിപ്പുറത്ത് ജനിച്ചു വളർന്ന ആളാണ്. കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഷൊർണൂരിലാണ് ജീവിക്കുന്നതേ ഉള്ളൂ. ഇപ്പം മണ്ഡലം വരുമ്പം ഷൊർണൂരാണ് വരിക. പക്ഷെ അങ്ങനെ പറയുന്ന തെമ്മാടികൾ ധാരാളമുള്ളപ്പോൾ അത് അങ്ങനെയല്ല എന്ന് തിരുത്താൻ ബാധ്യതപ്പെട്ട ഒരു വലിയ പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ. അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അവർ പാലിക്കുന്ന കുറ്റകരമായ തെമ്മാടിത്തം നിറഞ്ഞ മൗനം എന്നാണ് പറയുന്നത്. കുറ്റകരം എന്ന് പറഞ്ഞാലും പോരാ, അപഹാസ്യമായ മൗനമാണ് എന്നെ കുംഭമേളയ്ക്കൊക്കെ പങ്കെടുത്ത് വന്ന ഒരാളാണ്. കുംഭമേളയുടെ വേദിയിൽ പാടാൻ പോയ ആളാണ്, മുങ്ങാനല്ല. അപ്പോഴും ഞാൻ കണ്ട ചില ദുർലക്ഷ്യങ്ങൾ എനിക്ക് മണത്തു. അത് അനുവദിക്കപ്പെടാൻ പാടില്ല. ഇവിടെ ജീവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഒരു മതക്കാരനുമില്ല, ഒരു ജാതിക്കാരനുമില്ല, ഒരു കച്ചവടക്കാരനുമില്ല, ഒരു കലാകാരനുമില്ല. മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്കിന്ന് വരെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഉണ്ടായിട്ടില്ല, ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അതോ വിശ്വാസികളല്ലാത്ത വിശ്വാസത്തിൽ നിന്ന് പോവുകയും ചെയ്തു, ഇല്ലത്തിന് പോവുകയും ചെയ്തു, അമ്മാത്തേക്ക് എത്തിയതും ഇല്ലാത്ത ചില ഇടതുപക്ഷക്കാരിൽപ്പെട്ടിട്ടുള്ള ചില ആൾക്കാരിൽ നിന്നാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് മാത്രമേ ഞാൻ ചില ദ്രോഹങ്ങൾ അനുഭവിച്ചിട്ടുള്ളൂ. കാരണം എന്താണ്, അവർക്ക് ഇസ്ലാമിൻ്റെ നന്മകളൊന്നുമില്ലാതെ അവിടെയല്ല ഇവിടെയല്ലാണ്ട് പെട്ടുപോയതുകൊണ്ട് അവരനുഭവിക്കുന്ന ദുരിതമാണ്. അവരെല്ലാം തിരിച്ചു വരും. ഇടതുപക്ഷത്തിൽപ്പെട്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളെല്ലാം പാണക്കാട്ട് തറവാട്ടിലേക്ക് തിരിച്ചു വരും. അതിൻ്റെ ഒരു വലിയ ശംഖുലിയാവണം എൻ്റെ ഈ പ്രവേശനം എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ, ലീഗിന്റെ വേദികളിലേക്ക് ഉണ്ടാവും ഇനി. ലീഗിന്റെ പ്രവർത്തകർ നേതൃത്വം എന്നോട് ആവശ്യപ്പെടുന്ന രീതിയിൽ ഞാൻ അവിടെ അവൈലബിൾ ആവുക എന്നുള്ളതാണ് ഇനി ഞാൻ ചെയ്യേണ്ടത്. കാരണം എൻ്റെ സാന്നിധ്യം അത്തരത്തിലൊരു നന്മ പ്രകാശിപ്പിക്കാനുള്ള അവസരമാകുമെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ സജീവമായിട്ട് ഞാൻ ഉണ്ടാവും. അതാണ് നോമിനേഷൻ കഴിഞ്ഞിട്ട് വന്നത്. അതിനാണ്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയില്ലേ, അയാൾക്ക് ഇലക്ഷൻ സീറ്റ് കിട്ടാൻ വേണ്ടി വന്നതറിയില്ല. അത് കഴിഞ്ഞിട്ട് വരാൻ തീരുമാനിച്ചതും അതുകൊണ്ട് സംയമനത്തോടുകൂടി അദ്ദേഹം വളരെ ശാന്തമായിട്ടാണ് എനിക്ക് നിർദ്ദേശങ്ങൾ, ഞാൻ ചോദിച്ച സംശയങ്ങൾ തീർത്തു തന്നത്. അങ്ങനെ ശാന്തമായിട്ടാണ് ഞാൻ വന്ന് ചേർന്നിട്ടുള്ളത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അംഗം കെ എൻ എ ഖാദർ കൂടിയുണ്ട്. താങ്കൾ വഴിയാണോ മുസ്ലിം ലീഗ് എൻട്രി? അല്ല, അദ്ദേഹം വരാൻ തീരുമാനിച്ചു. അത് എന്നിലാണ് ആ ആഗ്രഹം പ്രകടിപ്പിക്കപ്പെട്ടത്. അങ്ങനെ ഞാനൊരു നിമിത്തമായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ മുസ്ലിം ലീഗിൽ ചേരണമെന്നും ക്ഷണിച്ചതല്ല, ഒരിക്കലുമല്ല. അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. എനിക്ക് ധാരാളം സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നാടക കലാകാരന്മാർ, എഴുത്തുകാർ, ഇതുപോലുള്ള പാട്ട് പാടുന്നവർ, എഴുതുന്നവർ, ഇങ്ങനെ ഒരുപാട് പേരായിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. അതൊരു സാംസ്കാരിക മേഖലയിൽ കൂടി ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ആ ബന്ധങ്ങളുള്ള ആളുകൾ ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്, ഞങ്ങളുടെ നിലപാടുകൾ മനസ്സിലാക്കി, പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളും മുസ്ലിം ലീഗും സ്വീകരിക്കുന്ന റിയൽ സ്യൂഡോ സെക്യുലർ അല്ല, റിയൽ സെക്യുലർ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി വരുന്നതാണ്. അതുപോലെ അദ്ദേഹം സ്വന്തം ബോധ്യപ്പെട്ടു വന്നതാണ്. അദ്ദേഹത്തിന് എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കലയും സംസ്കാരവും അദ്ദേഹത്തിന് യഥേഷ്ടം മുന്നോട്ട് കൊണ്ടുപോകാം. അതിൽ അയാൾ എന്ത് എഴുതി, എന്ത് പാടി എന്നൊന്നും ഞങ്ങൾ അന്വേഷിക്കുന്ന പ്രശ്നമില്ല. ഈസ് ഫ്രീ ടു പ്രാക്ടീസ് ആൻഡ് പ്രൊഫസ് ഈസ് റിലിജൻ. അതിനുള്ള സ്വാതന്ത്ര്യം ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതിലൊന്നും ലീഗ് തടസ്സം ഉണ്ടാക്കില്ല. ലീഗിന്റെ നിലപാടുകൾക്കനുസരിച്ച് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തും ഉണ്ടാവും. കൂടുതൽ സാംസ്കാരിക രംഗത്തെ ആളുകൾ ഇനി ലീഗിലേക്ക് ഉണ്ടാവും. സാംസ്കാരിക രംഗത്ത് ഇപ്പോൾ തന്നെ ധാരാളം പേരുണ്ട്. ഇതുപോലെ ഇനിയും പലരും മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്.
അവർ ചേരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഭരണഘടന അനുസരിച്ച് 18 വയസ്സായ ഇന്ത്യൻ പൗരന് ആർക്കും ലീഗിൽ ചേരാമെന്നാണ് ഭരണഘടനയിലുള്ളത്. മറ്റതെല്ലാം ദുഷ്പ്രചരണങ്ങളുടെ ഫലമായിട്ട് എന്താണ് മുസ്ലിം ലീഗിൽ ചേരാൻ കാരണം എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. കോൺഗ്രസ് ചേർന്നാൽ അത്ഭുതമില്ല, CPM ചേർന്നാൽ അത്ഭുതമില്ല, BJP ചേർന്നാൽ അത്ഭുതം. എന്താണ് മുസ്ലിം ലീഗിൽ ചേരാൻ കാരണം? അതുതന്നെ ഈ സംഘടനയെക്കുറിച്ചുള്ള ഒരു ആരോ പരത്തിയ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതിനുള്ള തിരുത്തുകൂടിയാണ് ഇത്. ഏതായാലും ഞെരളത്ത് ഹരിഗോവിന്ദൻ ഇപ്പോൾ മുസ്ലിം ലീഗിൽ ചേർന്നിരിക്കുന്നു. ഇന്ന് പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടാണ് അദ്ദേഹം മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. ഇനി മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം പ്രവർത്തിക്കുന്നു പറയുന്നു. മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ആകർഷണമായിക്കൊണ്ടാണ് താൻ വരുന്നത്. പെട്ടെന്ന് വന്നതല്ല, കാലങ്ങളായി താനെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. മലപ്പുറത്തുനിന്ന് അനുരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.